ഇവിടെ ശ്രീ ഷിജിൻ നടപടി ഉണ്ടായിട്ടുണ്ട്. നടപടി എന്നുള്ളത് സസ്പെൻഷനാണ്. ഇവിടെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ സസ്പെൻഷൻ എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് നമ്മൾ അത് ഫോളോ ചെയ്തെങ്കിൽ മനസ്സിലാവുക പോലുമില്ല. ഡിപ്പാർട്ട്മെന്റിലെ എൻക്വയറിക്കൊക്കെ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും. ഈ കാര്യത്തിൽ നീതി വേണം എന്നുണ്ടെങ്കിൽ, നിരപരാധികളായ മനുഷ്യരെ മൃഗീയമായി മർദ്ദിച്ചതിൽ ക്രിമിനൽ കേസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിറകിൽ നിൽക്കേണ്ടി വരും. സസ്പെൻഷൻ പോരാ, വകുപ്പ് തല നടപടി പോരാ, ക്രിമിനൽ ആക്ഷൻ നേരിടണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നിയമ പോരാട്ടത്തിന് നിങ്ങൾ സന്നദ്ധമാവുമോ? അതെ, ഞങ്ങളിപ്പോൾ ആ നിയമ പോരാട്ടത്തിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോയി ഞങ്ങൾ ആ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ വകുപ്പ് തലത്തിലുള്ള എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ 6-7 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ പുറത്ത് മാറ്റി നിർത്തും. അതിനുശേഷം അവരതിനെക്കാട്ടി ശക്തിയോടെ തന്നെ തിരിച്ച് സർവീസിലേക്ക് വരുന്നു. സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇനിയും കാണിച്ചിട്ട് കൂട്ടുന്നത് ഇത്തരത്തിലുള്ള കാട്ടായങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അത് ഒഴിവാക്കി ഇവർക്ക് വേണ്ട, അതായത് ഈ സർവീസിൽ നിന്ന് തന്നെ ഇവരെ പോലെയുള്ളവരെ മാറ്റിക്കൊണ്ട് കോടതി ഇവർക്ക് ഇപ്പം ശ്രീജിത്തിനെ തല്ലിയെന്ന് പറഞ്ഞാൽ തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. തലക്കടിക്കുക എന്ന് പറയുമ്പോൾ കൊലപാതക ശ്രമത്തിൻ്റെ രീതിയിലാണ് നമ്മുടെ തല ഇഞ്ചുറി വരുന്നതെന്ന് പറഞ്ഞാൽ കൊലപാതക ശ്രമമാണ്. അപ്പം നമ്മൾ വകുപ്പ് എഴുതുമ്പോൾ ആ രീതിയിൽ ആ ക്രിമിനൽ മൈൻഡ് വന്നത്, തലക്കടിക്കാനുള്ള മൈൻഡ് വന്നത്, അത് നമ്മൾ ആ രീതിയിലാണ് നമ്മളത് നിയമം നമ്മൾ എഴുതി കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഇനി ഇങ്ങനൊരു സംഭവം ഇവരുടെ ഒരു പോലീസുകാരുടെ ഇതൊന്നും ആർക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓരോ പോലീസ് അതിക്രമത്തിലും നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഷിജിൻ, ഈ സംഭവത്തിന് ശേഷം ഇന്ന് പകൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ SP-യോ DIG-യോ മറ്റാരെങ്കിലുമോ സംസാരിക്കുകയുണ്ടായോ നിങ്ങളോട്? SP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഹോസ്പിറ്റലിലൊക്കെ വന്ന് അവർ സംസാരിച്ച്, അപ്പോൾ അത് സംസാരിച്ച് വരെ അത് ആ ഒരു ഉച്ച സമയം വരെ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതായിരുന്നു. അതിനുശേഷം ശക്തമായ സമരം ഉണ്ടായതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് സസ്പെൻഷനും അവർക്ക് ഈ സസ്പെൻഷൻ ഓർഡർ വന്നിരിക്കുന്നത്. ഇനി ആ സസ്പെൻഷൻ ഓർഡർ എപ്പോൾ വേണേലും അവർക്ക് മാറ്റാം. വൈകുന്നേരം അത് കഴിഞ്ഞാണ് ഈ സസ്പെൻഷൻ ഓർഡറൊക്കെ വരുന്നത്. അതെ അതെ. അല്ല, നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ഉറപ്പ് നിങ്ങളെ സംബന്ധിച്ച്? നിങ്ങളവിടെ അടിയേറ്റ, അനീതി നേരിട്ട ആളുകളാണ്, ഒരു കാരണവുമില്ലാതെ അനീതി നേരിട്ട ആളുകളാണ്. അപ്പം നിങ്ങളോട് ഫോഴ്സാണ് അതിന് ഉത്തരവാദിയും. നിങ്ങളോട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് അഷുറൻസ് ആണ് നൽകിയിട്ടുള്ളത്? അവർ പറഞ്ഞിരിക്കുന്ന വകുപ്പ് തലത്തിലുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാ നിയമസഹായങ്ങളും തരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.